എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് പല ഓർഗനൈസേഷൻസും ജോലിക്ക് ആളെടുക്കുന്ന സമയത്ത് വ്യക്തമായ ഒരു പദ്ധതിയോടുകൂടിയല്ല ഈ ഒരു ഹയറിങ് അഥവാ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ചെയ്യാറ്. ഇത് മുഖാന്തരം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? പലപ്പോഴും ആ നഷ്ടങ്ങളെപ്പറ്റി നമ്മൾ ബോധ്യപ്പെട്ട് വരുമ്പോഴേക്കും ഒരുപാട് വൈകി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് പലപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ശരിക്കും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ട പ്രവൃത്തികളിൽ ഒന്ന് തന്നെയാണ് ഈ ഹയറിംഗ് പ്രോസസ്സ് അഥവാ റിക്രൂട്ട്മെൻറ്റ്. അല്ലെങ്കിൽ പല തരത്തിലുള്ള നഷ്ടങ്ങളാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ആ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതിനുള്ളൊരു കോസ്റ്റ് മാത്രമാണ്. എന്നാൽ അത് മാത്രമല്ല, വേറെ എത്രയോ നഷ്ടങ്ങൾ ഓർഗനൈസേഷനിൽ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കസ്റ്റമറെയോ അല്ലെങ്കിൽ നമ്മുടെ സെയിൽസിനെയോ മാർക്കറ്റിങ്ങിനെയോ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിനെയോ ഒക്കെ കാണുന്നു, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു പ്രക്രിയയാണ് ഹയറിംഗ് അഥവാ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഉണ്ട്. അത് കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു 7 കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത് പലപ്പോഴും റിക്രൂട്ട്മെൻറ്റ് ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ഒരു സൈലൻറ്റ് കില്ലർ ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് തോന്നും. ഒന്നാമത്തെ റീസൺ, ടാലൻറ്റ് അക്വിസിഷൻ നടക്കാതിരുന്നാൽ. റിയൽ ടാലൻറ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ ഓർഗനൈസേഷൻ എങ്ങനെ ഗ്രോ ചെയ്യും? നമുക്ക് ഏറ്റവും ക്യാപ്പബിൾ ആയിട്ടുള്ള നല്ല കപ്പാസിറ്റി ഉള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിലേ ഓർഗനൈസേഷനെ ഗ്രോത്തിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ശരിക്കും വേണ്ടത് റിക്രൂട്ട്മെൻറ്റ് നടക്കുക എന്നുള്ളത് മാത്രമല്ല, ടാലൻറ്റ് അക്വിസിഷൻ നടക്കണം. നല്ല ടാലൻറ്റുകളെ, നമുക്ക് ഏത് തരം ടാലൻ്റാണോ ഒരു പർട്ടിക്കുലർ ദൗത്യം ചെയ്യാൻ ആവശ്യം, ആ ടാലൻറ്റുകളെ കണ്ടെത്തി സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടമാണ് ഏറ്റവും വലിയ നഷ്ടം. അപ്പോൾ ആ ടാലൻറ്റ് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് നല്ല ടാലൻറ്റുകളെ തന്നെ സ്ഥാപനത്തിൽ എത്തിക്കേണ്ടതുണ്ട്. 2, റിക്രൂട്ട്മെൻറ്റ് പ്രോപ്പറായില്ലെങ്കിൽ കൾച്ചറൽ ഫിറ്റിനെ ബാധിക്കും. അതായത് നല്ല തരത്തിൽ നമ്മുടെ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ മതി ചിലപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെ മൊത്തത്തിൽ വേറൊരു രൂപത്തിലെത്തിക്കാൻ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ സംസ്കാരത്തിന് മാച്ച് ചെയ്യാത്ത, നമ്മുടെ വാല്യൂസിനെ കണക്റ്റ് ചെയ്യാത്ത, നമ്മുടെ ടീം വർക്കിനുമായിട്ട് ഒത്തുപോകാത്ത ഒരാൾ വന്നാൽ, നമ്മുടെ വിശ്വാസങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്ന ആൾ വന്നാൽ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ആകെപ്പാടെ നിലംപരിശാവുന്ന അവസ്ഥ വരും. അപ്പോൾ കൾച്ചറൽ ഫിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എന്നാലാണ് നമ്മുടെ ടീമിനെയൊക്കെ എൻഗേജ് ചെയ്ത് പ്രൊഡക്റ്റീവായി എല്ലാവരും സംതൃപ്തരായ രൂപത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. 3ാമത്തെ കാര്യം, നല്ല ആളുകൾ പ്രസ്ഥാനത്തിൽ വന്നാലേ ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റി ഉണ്ടാവുള്ളൂ. ഏത് പ്രസ്ഥാനത്തിൻ്റെയും വളർച്ച അടിസ്ഥാനപരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇന്നോവേറ്റീവായ തോട്ട്സ്, ക്രിയേറ്റീവായിട്ടുള്ള രീതികളൊക്കെ. ഇതൊക്കെ മാനേജ്മെൻറ്റിൽ നിന്ന് മാത്രമല്ല, എംപ്ലോയി ലെവലിൽ നിന്ന് വരണമെങ്കിൽ അതിന് കപ്പാസിറ്റി ഉള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് പ്രോപ്പറായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തപ്പെടണം. 4ാമത്തെ കാര്യം, എംപ്ലോയി മൊറൈൽ ആൻഡ് എൻഗേജ്മെൻറ്റ്. റൈറ്റ് പീപ്പിൾ സ്ഥാപനത്തിലേക്ക് വന്നാലാണ് ബാക്കിയുള്ള ആളുകളും ഉഷാറായി പ്രവർത്തിക്കുകയുള്ളൂ, എല്ലാവരും തമ്മിൽ നല്ലൊരു കണക്ടിവിറ്റി എൻഗേജ്മെൻറ്റും ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, സ്വാഭാവികമായിട്ടും പുതിയ ആളുകൾ വരുന്നു, അവരുടെ പ്രവർത്തനം മോശമായിട്ടുള്ളൊരവസ്ഥയിലാണ് പോകുന്നത് എങ്കിൽ മാനേജ്മെൻറ്റ് ആകെ ഡിസ്റ്റർബ്ഡ് ആവും. കൂടെയുള്ള എംപ്ലോയീസ് ആണെങ്കിലോ അവരും പിന്നെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ അവരും ആ ഒരു ലൈനിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ഉള്ളവരെ ഉഷാറാക്കി എടുക്കണമെങ്കിൽ നല്ല പെർഫോമേഴ്സിനെ തന്നെ കൊണ്ടുവരണം. 5ാമത്തെ കാര്യം, റീടെൻഷൻ ആൻഡ് ലോഞ്ചിവിറ്റി. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എപ്പോഴും ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നാൽ പോരാ, ഉള്ള നല്ല ആളുകളാണെങ്കിൽ അവരെ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്ത് റീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് ഓർഗനൈസേഷൻ ഒരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ റിസൾട്ടുകൾ കൂടുതൽ കിട്ടുള്ളൂ. അതുപോലെ ലോഞ്ചിവിറ്റി, ഒരാൾ വന്ന് പെട്ടെന്ന് അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നു, കൊഴിഞ്ഞു പോകുന്നു, വീണ്ടും ട്രെയിൻ ചെയ്യണു, കൊഴിഞ്ഞു പോകണം, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നൊരു ട്രെയിനിങ് സെൻറ്റർ പോലെ ഇരിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ നല്ല കാൻഡിഡേറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ട ഫെസിലിറ്റികൾ കൊടുത്ത് അവരെ കണ്ടിന്യൂ ചെയ്യിക്കാനുള്ള അവസ്ഥ നമ്മൾ കൊണ്ടുവരണം. 6ാമത്തെ കാര്യം, റെപ്യൂട്ടേഷൻ ആൻഡ് ബ്രാൻഡിങ്. ഒരുപാട് ആളുകൾ ജോലിക്ക് കയറുന്നു, സ്ഥിരമായിട്ട് റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണെങ്കിലും ഈ ആളുകളെല്ലാം പുറത്ത് ചെല്ലുമ്പോൾ പറയുന്നത് അവിടെ വർക്ക് ചെയ്യാൻ പറ്റാത്ത കമ്പനിയാണ്, ആ കമ്പനിയിൽ ആ കാര്യം ശരിയല്ല, ഇങ്ങനെ ശരിയല്ല, മുഴുവൻ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും മാർക്കറ്റിലെത്തുക. അത് തീർച്ചയായിട്ടും നമ്മുടെ റെപ്യൂട്ടേഷനെയും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ബ്രാൻഡിങ്ങിനെയും എല്ലാം എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് കറക്റ്റ് ആയാൽ, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ആൻഡ് ഫൈനലി 7ാമത്തെ കാര്യം, ലീഗൽ കംപ്ലയൻസ് ആൻഡ് റിസ്ക് മിറ്റിഗേഷനാണ്. നമുക്ക് പലപ്പോഴും ഈ ഡിസ്പ്യൂട്ടുകളൊക്കെ ഉണ്ടാകുന്നത് എവിടെയാണ്? ഈ ഒരു സുഖകരമല്ലാത്ത വേർപിരിയൽ എംപ്ലോയറും തമ്മിലുണ്ടാകുമ്പോഴാണ്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റും കറക്റ്റായി നല്ല ആളെയൊക്കെയാണ് എടുക്കുന്നത്. ടൈംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ആദ്യമേ പറഞ്ഞു, എംപ്ലോയിയുടെ എക്സ്പെക്റ്റേഷൻ ലെവൽ ആദ്യമേ മനസ്സിലാക്കി അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സംവിധാനത്തിൽ, അവർക്ക് വാല്യൂ കൊടുക്കുന്ന ഒരു സംവിധാനത്തിലൊക്കെയാണ് വർക്ക് പോകുന്നതെങ്കിൽ പിന്നീട് ഡിസ്പ്യൂട്ടുകളില്ല. അല്ലെങ്കിൽ പലതരം ലീഗൽ കോംപ്ലിക്കേഷൻസ്, പിന്നെ അതിൻ്റെ മുകളിലുള്ള റിസ്ക് ഒക്കെ ഉണ്ടാവും. നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയ ഉട്ടോപ്യൻ തോട്ട്സ് ഒന്നും അല്ല, സാധാരണ കാര്യങ്ങളാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് പരാജയപ്പെടും.
പരാജയപ്പെടും, ഹയറിംഗ് പ്രോസസ്സ് പരാജയപ്പെടും. അങ്ങനെ വന്നാൽ ഒരു ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്ന ഗ്രോത്തിലേക്ക് സമയബന്ധിതമായിട്ട് എത്തിച്ചേരാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ് പ്രസ്ഥാനത്തെ വളർത്തുന്നത്. അവരെ കണ്ടെത്തുന്ന കാര്യങ്ങളിൽ ഈ പോയിന്റുകളൊന്ന് ശ്രദ്ധിക്കുക. താങ്ക് യു.